2019 ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ ഒരു കനൽത്തരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി ആഞ്ഞടിച്ച UDF തരംഗത്തിൽ നിലംപരിശായ LDFന് ഒരു കനൽ അണഞ്ഞ് മറ്റൊന്ന് എരിഞ്ഞതിൻ്റെ ആശ്വാസം മാത്രം ബാക്കിയാണ്. തൃശൂർ സുരേഷ് ഗോപി അങ്ങെടുത്തതോടെ സംസ്ഥാനത്ത് ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തിയതും ആറ്റിങ്ങലിൽ V മുരളീധരന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനായതും കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഗ്രാഫിലെ ഉയർച്ച എടുത്തു കാണിക്കുന്നു. 2019 രാജ്യത്താകെ മോദി തരംഗം ആഞ്ഞുവീശിയപ്പോൾ മുഖം തിരിച്ചു നിന്ന സംസ്ഥാനത്ത് ഇത്തവണ താമര വിരിഞ്ഞെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് മങ്ങലേറ്റു. ശബരിമല വിവാദങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും കഴിഞ്ഞ തവണത്തെ LDFന്റെ തോൽവിക്ക് പ്രധാന കാരണമായപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് ഇത്തവണത്തെ പരാജയത്തിന് ആധാരമെന്നാണ് വിലയിരുത്തൽ. കോട്ടകൾ തിരിച്ചുപിടിക്കാൻ CPMഉം ഇടതുപക്ഷവും KK ശൈലജയും അടക്കമുള്ള ജനകീയ മുഖങ്ങളെയും പരിചയസമ്പന്നരെയും കളത്തിലിറക്കിയെങ്കിലും ഫലം കണ്ടില്ല. ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രചാരണത്തിനിറങ്ങിയിട്ടും സംസ്ഥാന നേതൃത്വവുമായി ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടും മുസ്ലിം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ CPMന് കഴിഞ്ഞില്ല. ഈ നിലപാടുകൾ ചില മണ്ഡലങ്ങളിൽ മറ്റു വിഭാഗങ്ങളെ അകറ്റാനും ഇടയാക്കി. ശക്തമായ മത്സരമുണ്ടാകുമെന്ന പ്രതീക്ഷ വച്ചിരുന്ന വടകരയിൽ പാർട്ടിയിലെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ KK ശൈലജയെ മത്സരിപ്പിച്ചിട്ടും തകർന്നടിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കണ്ണൂരിലും കാസർകോട്ടും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരെ മത്സരത്തിനിറക്കിയിട്ടും രക്ഷയുണ്ടായില്ല. മത്സരത്തിനിറങ്ങാൻ മടിച്ചുനിന്ന K സുധാകരൻ കണ്ണൂരിൽ വീണ്ടും 1,00,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചത് CPMനെ അടിമുടി ഞെട്ടിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP A ആരിഫും കനത്ത പരാജയം ഏറ്റുവാങ്ങി. KC വേണുഗോപാൽ ജയിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുമെന്ന പ്രചാരണവും ആലപ്പുഴയിൽ ഫലവത്തായില്ല. കോട്ട തിരിച്ചുപിടിക്കാൻ PB അംഗത്തെ പാലക്കാട് ഇറക്കിയിട്ടും വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠന വിജയരാഘവൻ ഒരു തരത്തിലും വെല്ലുവിളിയായില്ലെന്നാണ് വ്യക്തമാകുന്നത്. ആലത്തൂരിൽ കഴിഞ്ഞ തവണ 1,50,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച രമ്യ ഹരിദാസിനെ K രാധാകൃഷ്ണന് മുട്ടുകുത്തിക്കാനായത് തിരിച്ചടികൾക്കിടയിൽ CPMൽ വലിയ ആശ്വാസമായി. മറ്റൊരു ജില്ലാ സെക്രട്ടറി V ജോയി ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും UDFന്റെ വിജയത്തിന് സഹായകമായി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന പ്രചാരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയും പ്രയോജനം ചെയ്തില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങുന്ന സ്ഥിതി വന്നതും സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ എതിർപ്പുകൾക്കിടയാക്കിയിരുന്നു. കരുവന്നൂരടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പാർട്ടി നേതാക്കൾ പ്രതിയായതും വയനാട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFI പ്രവർത്തകരുടെ പങ്കും തിരഞ്ഞെടുപ്പിൽ UDF പ്രചാരണായുധമാക്കി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതും LDFന് തിരിച്ചടിയായി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിദേശയാത്രയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ കയ്യിലെടുക്കാൻ സർക്കാർ ചിലവിൽ നടത്തിയ നവകേരള യാത്രയും UDFന്റെ പ്രചാരണായുധങ്ങളായിരുന്നു. ഇവയൊക്കെ വോട്ടിൽ പ്രതിഫലിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മല്ലു 1.